നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ പാലക്കാടൻ പര്യടനത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം ജനതയുടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ സമത്വ മുന്നേറ്റ യാത്ര 27-ാം തീയതി പാലക്കാട് ജില്ലയിലേക്ക് കടന്നു. ആവേശോജ്വലമായ സ്വീകരണമാണ് പാലക്കാടൻ ജനത സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് നൽകിയത്. കിരീടവും ചെങ്കോലും നൽകിയാണ് പാലക്കാട് വെള്ളാപ്പള്ളിയെ സ്വീകരിച്ചത്. ഒരുപാട് യാത്രകൾ കേരളീയ സമൂഹം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 23-ാം തീയതി സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമത്വ മുന്നേറ്റ യാത്ര, അതിൽ അണിനിരന്ന പതിനായിരങ്ങൾ, അത് കഴിഞ്ഞ് പിറ്റേന്ന് തളിപ്പറമ്പിലെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതിൻ്റെ ഇരട്ടിയോളം ആളുകളായിരുന്നു. യഥാർത്ഥത്തിൽ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഇത്രയൊരു ജനക്കൂട്ടം, ഇത്രയൊരു ആവേശം, യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത്രയൊരു ജനക്കൂട്ടം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു? യാതൊരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. താങ്കളുടെ ചോദ്യം വളരെ ശരിയാണ്. ഞാൻ ഒരിക്കലും ഇത്രയധികം ജനങ്ങൾ, 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യം കാണുമ്പോൾ അതിനെല്ലാം ഉപരി നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ നമ്മളെല്ലാം സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നടത്തുന്ന അഭിവാദ്യങ്ങൾ, അവരുടെ ചിരികൾ, പുഞ്ചിരികൾ, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു യാത്രയിൽ ഇത്ര ജനലക്ഷങ്ങളുടെ ഒരു പങ്കാളിത്തവും അവരുടേതായ പിൻബലവും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ സമ്മേളനത്തെ സംബന്ധിച്ച എണ്ണം മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിൽ നിന്ന് നമ്മളെ അഭിവാദ്യം ചെയ്യുന്ന ആ സ്ത്രീകളും പുരുഷന്മാരെയും എല്ലാം നമ്മളൊന്ന് കാണണം. അവരെത്രയോ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അഭിവാദ്യം ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൽ ഇത്രയും വിജയകരമായ ഇത്രയും യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രീതിയിലുള്ളൊരു യാത്ര ഒരു പാർട്ടിയും നാളെ ദൂരെ നടന്നു. കാസർഗോഡ് തുടങ്ങി പാലക്കാട് വരെ എത്തിയപ്പോൾ നടന്ന ഓരോ സമ്മേളനങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഓരോന്നിനേക്കാളും ഓരോന്നും മെച്ചമായും ജനപങ്കാളിത്തം വർദ്ധിച്ചു. ചില യോഗങ്ങളിലെല്ലാം പുരുഷന്മാരാണ് 80%. കാരണം സ്ത്രീകളെ വീട്ടിൽ നിർത്തിയിട്ടോ അതോ സ്ത്രീകൾക്ക് വരാനുള്ള ഭയം കൊണ്ടോ പുരുഷന്മാരാണ് തൻ്റെ ഇടമായിട്ട് കണ്ണൂരുള്ള പ്രദേശത്തെ കൂട്ടുള്ള സ്ഥലത്ത് വന്നുകൂടിയതെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുവാനും അതിനോട് സഹകരിക്കുവാൻ എന്നുള്ള മനസ്സാണ് ഈ രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടത്. പകരം ഇതിനെ നിഷേധിക്കാനും അടിച്ചമർത്തുവാനും ശ്രമിച്ചാൽ അവർ സ്വയം നശിക്കപ്പെടും, അല്ലെങ്കിൽ അവർ സ്വയം അപഹാസ്യരാകും എന്നുള്ള സത്യം അവർക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവർ യഥാർത്ഥ ജനവികാരങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ മാറി വന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണം, ഒരാൾ 5 കൊല്ലം ഭരിക്കും, അത് കഴിഞ്ഞ് അഴിമതി മുഴുവൻ നടത്തി ഖജനാവ് കാലിയാക്കി പോകുമ്പോൾ അടുത്ത ആൾക്ക് ഭരിക്കാൻ അവസരം കിട്ടും, അവരും 5 കൊല്ലം കൂടി ഇരുന്ന് എല്ലാ ഖജനാവും കാലിയാക്കും. ഇങ്ങനെ കാലിയാക്കൽ ഭരണങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി പോയപ്പോൾ കാലിയായത് ജനങ്ങളുടെ വയറാണ് കാലിയായത്, അവരുടെ ജീവിതമാണ് നശിച്ചത്. ഇന്ന് തന്നെ കോൺഗ്രസ്സുകാർ പോലും ഇത് വിലക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരോ പോകുന്നവരോ കാണുന്നവരെ പോലും കണ്ണുപൊട്ടിച്ച് കളയും, അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇരു പാർട്ടികളും ഇത് കാണാനും കേൾക്കാനും സഹകരിക്കാനും വരുന്ന ആളുകളെ പുറത്താക്കാൻ താണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ 2 പാർട്ടികൾക്കും അകത്താളുണ്ടാകില്ല, എല്ലാം പുറത്തായിരിക്കും ആളുകൾ. ജനമെല്ലാം ഇതിൻ്റെ അകത്താണ്, സമത്വ മുന്നേറ്റ യാത്രയുടെ അകത്താണ് എന്നുള്ളതാണ് വർത്തമാനകാലത്തുള്ള സത്യം. നമുക്കൊക്കെ അറിയാം, മലബാർ മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് SNDP അത്രമാത്രം ഒരു ശക്തമായ സ്ഥലമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു 3-4 ജില്ലകൾ നമുക്ക് 22
സ്വീകരണ സമ്മേളനങ്ങളാണ് നടക്കാനുള്ളത്. അതിൽ 8 കഴിഞ്ഞു, 9ാമത്തെ സ്വീകരണ സമ്മേളനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മലബാർ ഏരിയയിൽ ഇതാണ് ജനങ്ങളുടെ ആവേശമെങ്കിൽ നമ്മൾ ഓർത്തു പോകുന്നത് ഇതിനി 2 ദിവസം കൂടി കഴിയുമ്പോൾ, ഇത് തിരുവിതാംകൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തായിരിക്കും ഈ യാത്രയുടെ ഒരു ആവേശം എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പം യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറിയുടെ ഈ കാരവനിലാണ്. ഈ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈയിടെ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് 1.5 കോടിയുടെ കാരവനിലാണ് ജനറൽ സെക്രട്ടറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുബേര യാത്രയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളിരിക്കുന്ന ഈ കാരവൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പലതവണ യാത്ര ചെയ്താണ് ഇത്തരത്തിലുള്ള ടെമ്പോ ട്രാവലറുകൾ, സാധാരണ കൊച്ചു കല്യാണങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു അവധി ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സാധാരണ ഒരു ടെമ്പോ ട്രാവലർ. ഇതിൽ ആകെ വരുത്തിയത് 2 സീറ്റിൻ്റെ ചെറിയ അറേഞ്ച്മെൻറ്റ് വരുത്തി എന്നുള്ളതല്ലാതെ, ഈ കഴിഞ്ഞ ദിവസം തുഷാർജി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ 1.5 കോടിയുടെ ട്രാവലർ ഞങ്ങളിതാ വേണമെങ്കിൽ 12 ലക്ഷത്തിന് വേണമെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് വിൽക്കാമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമുക്ക് പ്രതിരോധിക്കാനൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഈ യാത്രയുടെ വിജയം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക എന്ന് പറയുന്ന ഒരു സ്ഥിതി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വരുത്തി തീർത്തിരിക്കുന്നു. എന്താണ് ജനറൽ സെക്രട്ടറിക്ക് ഈ ഒരു ആരോപണങ്ങൾ കേൾക്കുമ്പോൾ? സ്വാഭാവികമായും ചിരി വരുമെന്നറിയാം, എന്നാലും ചിരിക്കാതെ എന്ത് ചെയ്യാനൊക്കും? കാരണം പ്രായം കൊണ്ടും പക്വത കുറവ് കൊണ്ടും ആയിരിക്കാം ഈ കാരവൻ 1.25 കോടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ കാരവനകത്തിരിക്കുകയാണ്, ഇതൊരു സാധാരണ എന്ത് വണ്ടിയാണിത്? ടെമ്പോ ട്രാവലിൽ അകത്ത് അതൊരു ബോഡി ചെയ്തത്, ടെമ്പോ ട്രാവലിനകത്ത് ബോഡി ചെയ്ത് ആകെ 2-3 സീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ടേബിളും ഉണ്ടെന്നത് കവിഞ്ഞിട്ട് വേറൊന്നുമില്ല. അതും ഇത് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു പഴയ ടെമ്പോ ട്രാവലിൻ്റെ ചേസസിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥൻ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, വളരെ നിർബന്ധമാണ്, ആവശ്യക്കാർ വല്ലതും ഉണ്ടെങ്കിൽ 1.25 കോടി പറഞ്ഞതല്ലേ, ഒരു 15 ലക്ഷം വേണ്ടി വന്നാൽ 12 ലക്ഷത്തിനാണെങ്കിലും ജനറൽ സെക്രട്ടറി ആരെങ്കിലും ചോദിച്ചാൽ കൊടുത്തേര്, ഒരു വിഷമവുമില്ല എനിക്ക്. നമ്മുടെ VS അച്യുതാനന്ദൻ 2 തവണ മത്സരിച്ച് വിജയിച്ച, ആദ്യ തവണ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടാണ് മുഖ്യമന്ത്രിയാവുന്നത്, 2ാം തവണ മത്സരിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു. ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയുന്നു പട്ടിണിപ്പാവങ്ങളുടെ രക്ഷകനാണ്, ഇത്തരത്തിലുള്ള ജനകോടികളുടെ രക്ഷകനാണ് എന്നൊക്കെയുള്ളൊരു മുഖച്ഛായുള്ള VSൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു സംഘം ആദിവാസികൾ ഈ സമത്വ മുന്നേറ്റ യാത്രയിലെത്തി ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകുന്നു. ആദിവാസിക്ക് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പട്ടയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കൊടുത്ത പട്ടയം ചിലതെല്ലാം പട്ടയമുണ്ട്, ആ കൊടുത്ത പട്ടയത്തിന് ഭൂമിയില്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ചതിവ് ചെയ്യാറുണ്ടോ? മാരാരിക്കുളത്ത് നിന്ന് തോറ്റു, സ്വന്തം പാർട്ടി അദ്ദേഹത്തെ ചതിച്ചു തോപ്പിച്ചു, ഗ്രൂപ്പിസം കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചേക്കേറിയത് പാലക്കാടുള്ള മലമ്പുഴ നിയോജകമണ്ഡലത്തിലാണ്. മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ സാധാരണക്കാർ അദ്ദേഹത്തെ വിശ്വസിച്ച് ഹൃദയത്തിലെത്തി, നെഞ്ചിലേറ്റി. ആദ്യം മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും ഏതാണ്ട് 9-10 കൊല്ലത്തോളം അദ്ദേഹം ഇന്ന് ഇരുന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദിവാസികളുടെ ദുഃഖവും ദുരിതവും ഏതായാലും 30ഓളം പേരുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവർ താമസിക്കുന്ന ഒരു ചെറിയ സ്ഥലം പോലും അതിനടുത്തുള്ളൊരു വലിയ 2000ഓളം ഏക്കർ വിസ്തീർണമുള്ള ഒരു എസ്റ്റേറ്റുണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ പാട്ടക്കാലാവധി കഴിഞ്ഞൊരു എസ്റ്റേറ്റാണ്. അത് ഒഴിപ്പിച്ചെടുക്കാൻ പോലും തയ്യാറാകാതെ ഇവർക്ക് കൊടുത്ത പട്ടയം, കള്ളപ്പട്ടയം കൊടുത്ത് പാവങ്ങളെ വഴിയാധാരമാക്കി. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഇങ്ങനെയുള്ള ആദിവാസികൾ പോലും ജീവിക്കുന്ന നാടാണ് പാലക്കാടുള്ള ഈ പറയുന്ന മലമ്പുഴ എന്ന് പറയുമ്പോൾ, ഈ രാജ്യത്ത് ആർക്കെന്ത് നീതിയാണ് ഈ വിപ്ലവ പാർട്ടിയും ഗാന്ധിയൻ പാർട്ടിയും കൂടെ കൊടുക്കുന്നത്?